+1 എക്കണോമിക്സ് മൂന്നാമത്തെ ചാപ്റ്റർ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലം. എക്സാമിനൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ്, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു, എന്നാണ് ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും PV നരസിംഹറാവു പ്രധാനമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപ്പിലാക്കേണ്ടി വന്നത്? 1980-കളിൽ രാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ ഒരു പരിഷ്കരണത്തിലേക്ക് നയിച്ചത്. എന്താണ് 80-കളുടെ പ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായിരുന്നു, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഇറക്കുമതി, വിദേശ നാണയ നിയന്ത്രണ നിയമം പോലെയുള്ള നിയമങ്ങൾ വിദേശ മൂലധന നിക്ഷേപത്തെ തടഞ്ഞു. അതുപോലെ അവശ്യ സാധനങ്ങളുടെ വിലകയറ്റം, ഗൾഫ് യുദ്ധം, ഇതൊക്കെയാണ് 80-കളുടെ പ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 1980-കളിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നമ്മുടെ രാജ്യത്തെ സർക്കാർ ലോകത്തെ 2 പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളായ IMF, IBRD എന്നിവയെ സമീപിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി $7 ബില്യൺ സാമ്പത്തിക സഹായമായി നമ്മുടെ രാജ്യത്തിന് നൽകുവാൻ ഈ സ്ഥാപനങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനങ്ങൾ ഫണ്ട് അനുവദിച്ചത്. അങ്ങനെ അവരുടെ നിബന്ധനകൾ പാലിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ഒരു പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലം. പുത്തൻ സാമ്പത്തിക നയം ഉണ്ടാകുന്നത് 91-ലാണ്. അതിനിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് 1980-ലെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1980-കളിൽ ലോകത്തെ 2 പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുകയും അങ്ങനെ അവർ $7 ബില്യൺ സാമ്പത്തികമായി സഹായം ചെയ്യുകയും ചെയ്തു. എന്നാൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഫണ്ട് അനുവദിച്ചത്. അങ്ങനെ ആ നിബന്ധനകൾ പാലിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ഒരു പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി എന്താണ് പുത്തൻ സാമ്പത്തിക നയം? ന്യൂ എക്കണോമിക് പോളിസി, NEP. നമ്മൾ പറഞ്ഞു 1991-ലാണ് അല്ലെ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചത്. 2 പ്രധാനപ്പെട്ട നടപടികൾ സാമ്പത്തിക രംഗത്ത് കൈക്കൊള്ളുവാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. ഒന്ന് സ്റ്റെബിലൈസേഷൻ, മറ്റൊന്ന് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്. എന്താണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? അഥവാ സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടി. രണ്ടാമത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് അഥവാ ഘടനാപരമായ നടപടികൾ. നോക്കി നോക്കാം. ഒന്നാമതാണ് സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ. ഹ്രസ്വകാല നടപടികളാണ്, ദീർഘകാലത്തേക്കല്ല, വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ചില കാര്യങ്ങളാണ് ഈ സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ എന്ന് പറയുന്നത്. പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഈ നടപടികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ഇത് ദീർഘകാല നടപടികളാണ്. മറ്റേത് ഹ്രസ്വകാല, കുറഞ്ഞ കാലത്തേക്കുള്ളതായിരുന്നു. എന്നാൽ ഇത് ദീർഘകാല നടപടികളാണ്, ഒരുപാട് കാലത്തേക്കുള്ളതാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഈ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 നടപടികൾ നടപ്പിലാക്കുന്നതിനായി 3 പ്രധാനപ്പെട്ട നയങ്ങൾ സർക്കാർ രൂപീകരിച്ചു. ഇപ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഒന്ന് സ്റ്റെബിലൈസേഷൻ, മറ്റൊന്ന് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്, സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ അഥവാ അല്ലെങ്കിൽ ഘടനാപരമായ നടപടികൾ. ഈ 2 ഈ 2 നടപടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് 3 നയങ്ങളാണ് സർക്കാർ രൂപീകരിച്ചത്. ഒന്ന് ഉദാരവൽക്കരണം, മറ്റൊന്ന് സ്വകാര്യവൽക്കരണം, 3 ആഗോളവൽക്കരണം. ഓരോന്നും നമ്മൾ വിശദമായിട്ട് പറയാണ്. ഒന്നാമത്താണ് ഉദാരവൽക്കരണം. സമ്പദ് വ്യവസ്ഥയെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക എന്നതാണ് ഉദാരവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ എല്ലാ നിയന്ത്രണങ്ങളും സ്വതന്ത്രമാക്കുക, ഒരു നിബന്ധനകളും വെച്ചു കൊടുക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യാപാര, നിക്ഷേപ, വ്യാവസായിക രംഗങ്ങളിൽ നിലനിന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളയുക എന്നാണ് ഉദാരവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായും 5 മേഖലകളിലാണ് രാജ്യത്ത് ഉദാരവൽക്കരണ പരിഷ്കാരങ്ങൾ കൈക്കൊണ്ടത്. ഏതൊക്കെ മേഖലകളാണ്? വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ, സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങൾ,
നികുതി പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയ പരിഷ്കരണങ്ങൾ, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. അപ്പൊ ഈ മേഖലകളിലാണ് പ്രധാനമായും രാജ്യത്ത് ഉദാരവൽക്കരണ പരിഷ്കാരങ്ങൾ കൈക്കൊണ്ടത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതാണ് വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ. വ്യവസായ ലൈസൻസിംഗ് സമ്പ്രദായം നിർത്തലാക്കി. അതായത് വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദാരവൽക്കരണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമങ്ങളൊക്കെ എടുത്തു കളയുക, അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നാണ് അല്ലെ. നോക്കാം, വ്യവസായ ലൈസൻസിംഗ് സമ്പ്രദായം നിർത്തലാക്കി. സ്വകാര്യ മേഖലകളിൽ വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി. വ്യാവസായിക മേഖലയിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. ചെറുകിട വ്യാവസായിക മേഖലയിലുള്ള റിസർവേഷൻ എടുത്തു കളഞ്ഞു. ഇതൊക്കെയാണ് വ്യവസായ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. സ്വകാര്യ മേഖലയിൽ ബാങ്കുകൾക്ക് അനുവാദം നൽകി. ബാങ്കിംഗ് മേഖലയിൽ 50% വിദേശ നിക്ഷേപത്തെ അനുവദിച്ചു. മറ്റൊന്നാണ് നികുതി പരിഷ്കാരങ്ങൾ. കോർപ്പറേറ്റിന് നികുതി നിരക്ക് കുറച്ചു. വൻകിട ഉൽപാദകർക്കും വിദേശ നിക്ഷേപകർക്കും നികുതി ഇളവുകൾ നൽകി. നികുതി അടക്കൽ പ്രക്രിയ സുതാര്യമാക്കുകയും ലളിതമാക്കുകയും ചെയ്തു. പുതിയ തരം നികുതികൾ ചുമത്തി. ഇതാണ് നികുതി പരിഷ്കാരങ്ങളിൽ നടത്തിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ. എന്താണ് ഈ വിദേശ വിനിമയ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്തിന്റെ നാണയത്തെ മറ്റൊരു രാജ്യത്തിന്റെ നാണയവുമായി വിനിമയം ചെയ്യുന്ന കമ്പോളമാണ് ഈ വിദേശ വിനിമയ കമ്പോളം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇറക്കുമതി കുറയ്ക്കുന്നതിനായി സർക്കാർ രൂപയുടെ മൂല്യശോഷണം നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ കമ്പോള വിനിമയ നിരക്ക് സംവിധാനം നടപ്പിലാക്കി. മറ്റൊന്നാണ് വ്യാപാര നിക്ഷേപ നയപരിഷ്കാരം. ഇവിടെ താരിഫ് നിരക്ക് കുറച്ചു. കോട്ട സമ്പ്രദായം നിർത്തലാക്കി. എന്താണ് ഈ താരിഫ് കോട്ട? നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നില്ലേ, താരിഫ് കോട്ട. ഓക്കെ, അപ്പൊ താരിഫ് നിരക്ക് കുറച്ചു, കോട്ട സമ്പ്രദായം നിർത്തലാക്കി, ഇറക്കുമതി ചുങ്കം കുറച്ചു, കയറ്റുമതി ചുങ്കം നിർത്തലാക്കി, വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഈ മേഖലകളിലാണ് പ്രധാനമായും രാജ്യത്ത് ഉദാരവൽക്കരണ പരിഷ്കാരങ്ങളൊക്കെ കൈക്കൊണ്ടത് അല്ലെങ്കിൽ നടപ്പിലാക്കിയിരുന്നത്. ഇനി രണ്ടാമതാണ് സ്വകാര്യവൽക്കരണം. സർക്കാർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുക. പൊതുമേഖലയ്ക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട ഒരു വ്യവസായത്തെ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായി? സർക്കാർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുക. ഇതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് സർക്കാർ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് സർക്കാർ പിൻവലിയുക. രണ്ടാമത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സർക്കാർ വിറ്റഴിക്കുക. ഈ നയമാണ് നിക്ഷേപം പിൻവലിക്കൽ എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് സർക്കാർ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. സ്വകാര്യവൽക്കരണ നയം കൊണ്ട് രാജ്യത്ത് നിരവധി നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, ആധുനിക സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് സ്വകാര്യവൽക്കരണ നയം കൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി കോട്ടങ്ങളുമുണ്ട്. എന്താണ് കോട്ടങ്ങൾ? സാമൂഹ്യക്ഷേമം കുറയുന്നു, അതുപോലെ അസമത്വമൊക്കെ വർദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്വകാര്യവൽക്കരണം കൊണ്ടുള്ള കോട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് ആഗോളവൽക്കരണം. ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും അനന്തരഫലമാണ് ആഗോളവൽക്കരണം. എന്താണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കലാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ലോക വിപണിയിൽ നമ്മുടെ വിപണിയെ കൂട്ടിച്ചേർക്കുക, ലോക വിപണിയിൽ നമ്മുടെ വിപണിയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഔട്ട്സോഴ്സിങ്, പുറം വാങ്ങൽ. എന്താണ് ഈ പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ? പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് സ്വീകരിക്കുക, അതായത് പുറമേയുള്ളവരെ ആശ്രയിക്കുക എന്നർത്ഥം. നമ്മുടെ രാജ്യത്തെ വിവിധ കമ്പനികൾ അവയുടെ പ്രവർത്തന മേഖലകളിൽ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുടെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ട്. പ്രധാനമായും BPO സെന്ററുകൾ, സൗണ്ട് റെക്കോർഡിംഗ്, അക്കൗണ്ടിംഗ്, ഫിലിം എഡിറ്റിംഗ്, അധ്യാപനം, ചികിത്സാ രീതികൾ മുതലായ മേഖലകളിലെല്ലാം ഇത്തരം സേവനങ്ങളെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ പുറമേയുള്ളവരെ ആശ്രയിക്കുക എന്നാണ് പുറം വാങ്ങലിന്റെ അർത്ഥം. ഈ പുറം വാങ്ങൽ നയം നിരവധി നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്.
എന്തൊക്കെ നേട്ടങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വിവര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് സഹായിക്കുന്നുണ്ട്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ആഗോള വിപണി മെച്ചപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് പുറം വാങ്ങൽ നയം, നിരവധി പുറം വാങ്ങൽ നയം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ലോക വ്യാപാര സംഘടന WTO. 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. 1948 രൂപം കൊണ്ട ഗാറ്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപമാറ്റം വരുത്തിയാണ് WTO ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തുടക്കം മുതലേ ഇതിലെ ഒരു അംഗരാജ്യമാണ്. എന്തൊക്കെയാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തുക, വ്യാപാര രംഗത്തുള്ള താരിഫ് അതുപോലെ താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഒരു സ്വതന്ത്ര വ്യാപാരം സൃഷ്ടിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് പറയുന്നത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ വിലയിരുത്തൽ. 1991 പുത്തൻ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്ത് നിരവധി നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ നേട്ടമാണ് GDP വർദ്ധിച്ചു എന്നുള്ളത്. സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ രാജ്യത്തിന്റെ GDP വർദ്ധിച്ചിട്ടുണ്ട്. കണക്ക് നോക്കുകയാണെങ്കിൽ GDP 1980 5.79%. എന്നാൽ അവിടെ നിന്ന് 2007 അല്ലെങ്കിൽ 2007 മുതൽ 2012 വരെയുള്ളതിൽ 8.2% ഉയർന്നു. സേവന മേഖലയിലെ വളർച്ചയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. മറ്റൊരു നേട്ടമാണ് വിദേശ നിക്ഷേപം വർദ്ധിച്ചു എന്നുള്ളത്. 1991 ഇത് $103 ദശലക്ഷം, എന്നാൽ 2016-17 $36 ബില്യണുമായിരുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപന നിക്ഷേപവും രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു നേട്ടം സമ്പാദ്യവും നിക്ഷേപവും വർദ്ധിച്ചു. സമ്പാദ്യ നിരക്ക് 50% മുകളിലും നിക്ഷേപ നിരക്ക് 36% മുകളിലും എത്തിക്കുവാൻ പരിഷ്കരണം സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് കയറ്റുമതി വർദ്ധിച്ചു. പ്രധാനമായും ഓട്ടോമൊബൈൽ, സോഫ്റ്റ്വെയർ, ടെക്സ്റ്റൈൽസ് മുതലായ ഉൽപാദന മേഖലകളിലെ ഉൽപാദന കയറ്റുമതി ചെയ്യുന്ന നമ്മുടെ രാജ്യം മാറി. അതുപോലെ ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു. പരിഷ്കരണത്തിലൂടെ രാജ്യത്തിന്റെ ദാരിദ്ര്യ നിരക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് 20% മാത്രമേ ഉള്ളൂ. മറ്റൊന്നാണ് വിദേശ വിനിമയ തോത് വർദ്ധിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ വിദേശ വിനിമയ തോത് വർദ്ധിപ്പിക്കാൻ പരിഷ്കരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കോട്ടങ്ങളായിട്ട് പറയുന്നത്? തൊഴിലവസരങ്ങൾ വേണ്ടത്ര വർദ്ധിച്ചിട്ടില്ല. പരിഷ്കരണ കാലഘട്ടത്തിൽ GDP വർദ്ധിച്ചെങ്കിലും രാജ്യത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടില്ല. ഈ അവസ്ഥയെ തൊഴിൽ രഹിത വളർച്ച എന്നാണ് വിമർശകർ സൂചിപ്പിക്കുന്നത്. രണ്ടാമതാണ് കാർഷിക മേഖലയിലെ പ്രതികൂലമായി ബാധിച്ചു. പരിഷ്കരണ നടപടികൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. വെറും 3% വാർഷിക വളർച്ചാ നിരക്ക് മാത്രമാണ് കൃഷിയിലുള്ളത്. അതുപോലെ കാർഷികോൽപാദന ക്ഷമത കുറഞ്ഞു പോവുകയും ചെയ്തു. ഈ കാർഷിക മേഖലയെ പ്രതികൂലം ബാധിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കാർഷിക സബ്സിഡികൾ നിർത്തലാക്കിയത്. മറ്റൊന്ന് കാർഷികോൽപാദന ചെലവിലുള്ള വർധനവ്, കാർഷികോൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, സർക്കാർ നിക്ഷേപക്കുറവ്, ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു കോട്ടമാണ് വ്യാവസായിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. വില കുറഞ്ഞ ഇറക്കുമതി, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അഭാവം, വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, വ്യാപാര രംഗത്ത് വികസിത രാജ്യങ്ങളുടെ അമിതമായ നിയന്ത്രണം. ഇതൊക്കെയാണ് ഈ വ്യവസായ മേഖലയെ പ്രതികൂലമായി ബാധിക്കാനുള്ള കാരണങ്ങൾ. നാലാമത്തെ കാരണം പറയുന്നത് നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ പോരായ്മകൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന നയമാണിത്. എന്നാൽ ഈ നയത്തിന്റെ ഭാഗമായി പലപ്പോഴും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കുറഞ്ഞ വിലയ്ക്കാണ് സർക്കാർ വിറ്റഴിക്കുന്നത്. ഇത് സർക്കാർ വരുമാനത്തിൽ കുറവുണ്ടാക്കുന്നു. അഞ്ചാമതാണ് ധനനയത്തിന്റെ പോരായ്മകൾ. നികുതി ചുമത്തൽ, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നടപ്പിലാക്കുന്ന നയമാണ് ധനനയം എന്ന് പറയുന്നത്. ഈ നയങ്ങളിലൂടെ സർക്കാരിന് വേണ്ടത്ര വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് സമ്പത്തിന്റെ കേന്ദ്രീകരണം.
രാജ്യത്തെ സമ്പത്തിന്റെ വലിയ വിഹിതം പരിഷ്കരണ നടപടികളിലൂടെ ചുരുക്കം ചില സമ്പന്നരുടെ കൈകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇത് അസമത്വം രൂക്ഷമാക്കുന്നു. ഇതൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ കോട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്, പറയാനുള്ളത്.